അജയ് ദേവ്ഗൺ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം റെയ്ഡ് 2 മെയ് 1-നാണ് രാജ്യവ്യാപകമായി തിയേറ്ററുകളിലെത്തിയത്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. 2018-ലെ അദ്ദേഹത്തിന്റെ തന്നെ ഹിറ്റ് ചിത്രമായിരുന്ന റെയ്ഡിന്റെ തുടർച്ചയാണ് റെയ്ഡ് 2. വാണി കപൂർ, റിതേഷ് ദേശ്മുഖ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ നിന്ന് 18 കോടി നെറ്റ് കളക്ഷനാണ് ആദ്യ ദിനം ചിത്രം നേടിയത്. ചിത്രത്തെ സംബന്ധിച്ച് ഇത് മികച്ച തുടക്കം തന്നെയായിരുന്നു. 9 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി ക്ലബിൽ എത്തിയിരുന്നു. വിക്കി കൌശൽ നായകനായ ചാവയ്ക്ക് ശേഷം ആഗോളതലത്തിൽ 200 കോടി രൂപ കടന്ന ഈ വർഷത്തെ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമായിരുന്നു റെയ്ഡ് 2. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. OTT പ്ലേ റിപ്പോർട്ട് അനുസരിച്ച് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. കരാർ അനുസരിച്ച് റെയ്ഡ് 2 OTT റിലീസ് ചെയ്യുന്നത് 60 ദിവസമോ 8 ആഴ്ചയോ തിയേറ്റർ റൺ ചെയ്തതിന് ശേഷമായിരിക്കും. ഇതുപ്രകാരം ചിത്രം ജൂലൈയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അതേസമയം തിയേറ്ററുകളിൽ 3 ആഴ്ച പൂർത്തിയാക്കിയ ചിത്രം 21-ാം ദിവസം ഇന്ത്യയിൽ നിന്ന് 1.65 കോടി രൂപ ഗ്രോസ് നേടിയിട്ടുണ്ട്. ദാദാ മനോഹർ ഭായിയുടെ സ്വത്ത് റെയ്ഡ് നടത്തുന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ അമയ് പട്നായിക്കായാണ് അജയ് റെയ്ഡ് 2-ൽ എത്തുന്നത്. അതേസമയം ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ആദ്യ പകുതിയിലേത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന ട്വിസ്റ്റുകളാണെന്ന് പ്രേക്ഷകർ പറയുന്നു. നോ വൺ കിൽഡ് ജസീക പോലുള്ള ത്രില്ലറുകൾ സംവിധാനം ചെയ്ത രാജ്കുമാർ ഗുപ്തയ്ക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെന്നും ആരാധകർ പറയുന്നു. റിതേഷ് ദേശ്മുഖിന്റെ വില്ലൻ കഥാപാത്രം നിരാശപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.